കാലും പുറത്തൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നോക്കി ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ടീച്ചർ പറഞ്ഞു വേഗം ബസ് കയറാനേ. നിക്കു കുഞ്ഞപ്പോ അവിടെ നല്ല തമാശ ഉണ്ടെന്ന്. എന്ത് തമാശ? അവിടെ നോക്ക് കുഞ്ഞപ്പോ. എന്നിട്ട് എന്താ പെണ്ണേ? എന്തൊരു കണ്ണിച്ചോരില്ലാത്ത പെണ്ണുങ്ങളാണ് നിങ്ങള്. എന്ത് കുഞ്ഞപ്പോ? ആ ചെറുക്കൻ അവിടെ നിന്നിട്ടേ അങ്ങനെ കരയുമ്പോഴേ നിങ്ങൾ എന്തിനു കളിയൊക്കെ ചെറുക്കുന്നത്? എന്തിനാ കരയുന്നത്? പോയി അന്വേഷിച്ചോക്ക് കുഞ്ഞപ്പോ. അന്റെ കൂട്ടുകാരനല്ലേ? അന്റെ ഒക്കെ കൂടി നടക്കണം ഇന്നെ പറഞ്ഞാ മതിയല്ലോ. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് ഞാൻ കരയുമ്പോഴും ഇത് ചിരിച്ചെന്നല്ലേ ചെയ്യാ? അനക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ട് കരയുമ്പോഴേ ഞാൻ എന്തായാലും ചിരിച്ചു. അപ്പൊ എന്തിനാ കാലപ്പോ കരയുന്നത്? ആലോചിച്ച് നോക്കാതെ പോയി ചോദിച്ചു നോക്ക് കുഞ്ഞപ്പോ. എന്നാലും എന്തിനേക്കും? എല്ലാരും വന്ന് ബസ് കയറി ടീച്ചർ പറഞ്ഞതല്ലേ. എന്നാലും എന്തിനാ ഇവര് ചിരിച്ചത്? ഒന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. അപ്പു എന്താ? എടാ അപ്പു, എന്തിനാ അവൻ കരയണേ? നിന്റെ കൂട്ടുകാരികളൊന്നും പറഞ്ഞു നിന്നോട് എന്നെ കളിയാക്കാൻ വേണ്ടിട്ട്? പിന്നെ എന്നോട് ചോദിക്കാൻ നിൽക്കല്ലേ നീ? അല്ലടാ, സത്യമായിട്ടും അവർ എന്നോടൊന്നും പറഞ്ഞില്ല. അവരെ ഞാൻ ചോദിക്കുമ്പോ ഒക്കെ ചിരിക്കുക. എന്ത് സംഭവം ഒന്ന് പറ. എടാ കുഞ്ഞപ്പു, അത് പിന്നല്ലേ ആകെ മൊത്തം സീനാടാ. എന്ത് സീന്? എടാ കുഞ്ഞപ്പു, എന്താ എന്താപ്പു? അതിപ്പോ അത്ര വലിയ കാര്യമൊന്നുമല്ല. എല്ലാരും ചെയ്യുന്ന തന്നെയാണ്. ഇച്ചേ രണ്ടിനും പോണം, അത്രയേ ഉള്ളൂ. ഓഹോ, അത്രയല്ലേ ഉള്ളൂ? അതിന് നമുക്ക് വഴി ഉണ്ടാക്കാണ്. ഇജ്ജ് വന്ന് വണ്ടി കയറി ഇറക്കാം. ഇല്ല, ഇജ്ജ് കയറാൻ പറ്റില്ല കുഞ്ഞപ്പോ. അതെന്താ പണ്ട് കയറാൻ പറ്റായിക? ഇതിപ്പോ ടൂറ് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമോ? ടീച്ചർ വിളിച്ചിട്ടുണ്ടേന്ന്. എന്ത് ചെറുത്? നല്ലോണം കളിയാക്കിക്കോട്ടെ കുഞ്ഞപ്പോ. ഇച്ച വലിയൊരു അവസരം. ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞപ്പോ? ചിരി വന്നില്ലേ? ഇതിനെ ഞങ്ങൾ ചിരിച്ചത്. എന്നാലും എന്റെ അപ്പോ ഇച്ചൊരു കാര്യം മനസ്സിലാക്കണം. എന്തിക്രോ? എന്തേലും ആപത്തിപ്പെട്ടാലേ ചിന്റെ അപ്പ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂന്ന്. അതാണ് ഇപ്പോഴേ ഒന്ന് മനസ്സിലായല്ലോ. അതൊക്കെ ചെപ്പോഴേ മനസ്സിലായിക്കോണം. അപ്പോ കുട്ടികളെ വേഗം ബസ്സിൽ വന്നിരുന്നോ. ടീച്ചർ ചീത്ത പറയും. ഞാൻ ബസ്സിൽ പോവാ. ഈ ചെറുക്കനെന്താ ഇവിടെ കുന്തം വെങ്ങിയ പോലെ നിൽക്കുന്നത്? ബസ്സിലൊന്നും കയറുന്നില്ലേ? ആ, എന്തെങ്കിലും ആവട്ടെ. ടീച്ചറുടെ ചീത്ത കേൾക്കുമ്പോഴേ നല്ല രസം ഉണ്ടാവും. ഞാൻ പോകട്ടോ ചിന്നുവാ. ഞാൻ ഇത്ര വണ്ടി കയറിട്ട് വരൂ ചേച്ചി. നടക്കട്ടെ നടക്കട്ടെ. ഇക്രു, നീ തൽക്കാലം വാ ഇക്രു. ബസ്സിൽ കയറിയാലേ എന്തായാലും അപ്പുറത്തൊരു ഹോട്ടൽ ഉണ്ടെന്നല്ലേ ടീച്ചർ പറഞ്ഞത്. അപ്പൊ അവിടെ പോയാലേ നിനക്ക് കാര്യം സാധിക്കാലോ. പിന്നെന്താ പ്രശ്നം? വേഗം വാ. ഇല്ലപ്പോ, ഇത് എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റൂല അപ്പോ. എന്ന് ഇജ്ജിവിടെ തന്നെ നിന്നോ, ഞങ്ങളൊക്കെ പോവാട്ടോ. എടാ അപ്പോ, ഇതൊരു കാര്യം മനസ്സിലാക്കണം. എന്ത് കാര്യം ഇക്രു? എടാ, ഒരു കൂട്ടുകാരൻ വെച്ചാലേ ഏതാപത്തിനും കൂടെ ഉണ്ടാവണം. അതാണ് കൂട്ടുകാരൻ. അതുകൊണ്ട് ഞങ്ങളെ പൊട്ടാൻ ഞാൻ പറഞ്ഞത് വന്ന് ബസ്സിൽ കയറുന്ന. അതല്ല അപ്പോ. ഇവനോട് സംസാരിച്ചിട്ട് മനുഷ്യന് വട്ടായി. ഇതെന്താ ടീച്ചർ പറഞ്ഞിട്ട് വിളിക്കാൻ വന്നാള് ഇവിടെ നിന്ന് ചിരിക്കാൻ തുടങ്ങിയോ? പോടാ പോടാ, പോയി ബസ്സിൽ കയറടാ. ഇക്രോ, ആര് വിളിച്ചാലും ഞാൻ വഴിയാക്കൂല. ഇക്രോ, ഇപ്പൊ ടീച്ചർ തെരഞ്ഞു വരൂട്ടോ. ഇതാരുടെയായി ടവൽ? ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നവരുടെ തന്നെ ആയിരിക്കും. എടാ ഇക്രോ, നീ ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് പോരെ. അതന്നെ നടക്കുള്ളൂ. വലിച്ചപ്പൂ വലിച്ചോനെ. ഇല്ല, ഞാൻ വരൂലപ്പൂ. വാ കുഞ്ഞാപ്പൂ, നമുക്കേ ഓനെ വലിച്ചിട്ട് കയറ്റിയ വണ്ടിക്ക്. അതിപ്പോ നടക്കുള്ളൂ. എടി ചതിയാ അപ്പു, കൂടെ നിന്ന് ചതിക്കല്ലേ. ഞാൻ വരൂല. ചിന്നു, തക്കടുവാവി വേഗം വാ, നോക്കി നിൽക്കാതെ. കുഞ്ഞാപ്പൂ, ഇതാ ഞങ്ങൾ റെഡി. വാ തക്കടുവാവേ, നമുക്കൊരു കൈ നോക്കാം. അപ്പു, ഇതിനെ വിട്ട് ഓലിപ്പം കൂടി തിന്നേച്ച് വലിച്ചത് കാണാ. എടി ഇക്രോ, അന്റെ നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ പറയണത്. ഇതിപ്പോ തൽക്കാലം ഇങ്ങോട്ട് പോരെ. ഇല്ല ഇല്ല, ഞാൻ വരൂല മമ്മ, വരൂല. ആ വലിച്ചോ 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 വലിച്ചോ. പോരട്ടെ, അങ്ങനെ പോരട്ടെ. ഇക്രിപ്പട്ടം പോരട്ടെ. എടാ അപ്പു, വിടടാ. അപ്പു, വിടടാ. ഇത് എന്തൊരു ആരോഗ്യ ഇക്രു? ഞങ്ങൾ എല്ലാരും കൂടെ വലിച്ചിട്ട് അങ്ങോട്ട് പോണത്.
എന്നാലും ആ ടവൽ ഇപ്പൊ എവിടെ പോയത്? ഞാൻ ഒമിറ്റ് ചെയ്ത സ്ഥലത്തൊന്നും അത് കാണുന്നില്ല. വേറെ കർച്ചീഫാണെങ്കിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നാലും ഇവിടെ എവിടെയും കാണുന്നില്ല. എടി ചിന്നൂസേ, എന്താണ് തക്രവാവേ? നല്ല രസമല്ലേ ഇങ്ങനെ വലിക്കാന്? അയ്യോ ചിന്നൂസേ, അതല്ല. പിന്നെന്ത് തക്രവാവേ? നിന്റെ കൈ വേദന എടുക്കുന്നുണ്ടെങ്കിലേ നീ അവിടെ പോയി നിന്നോ. അതാ അവിടെ അനന്തോട്ട് നിൽക്കണോ, അവിടെ പോയി നിന്നോ. ഞങ്ങൾ കഴിച്ചോണ്ട് എനിക്ക് നല്ല ഇഷ്ടായി. അതല്ലേ ചിന്നൂസേ. പിന്നെന്ത് പെണ്ണെ, വിശക്കുന്നുണ്ടോ? പോയെന്ന് പിടിച്ച് വലിച്ചപ്പോ വിശപ്പ് കൂടിയോ? ഒരു വല്ലാത്തൊരു തിന്നാവ് പെണ്ണെന്നാണ് ഈ പെണ്ണ്. അതല്ലേ ചിന്നൂസേ, പ്രിയച്ചി. എന്താ പ്രിയച്ചി പിന്നെ തന്നെ വരുന്നുണ്ടോ? ചിന്നൂസേ, അതല്ല പ്രിയച്ചി കരയണോ? പ്രിയച്ചി? ആ പ്രിയച്ചി കരയണോ? പ്രിയച്ചി കുഞ്ഞപ്പൂ, ഇക്രൂനെ വിട് വിട്, നമുക്ക് പ്രിയച്ചിലേക്ക് പോവാം. ഇക്രൂനെ കാര്യത്തെ അപ്പ നോക്കിക്കോളും. നമുക്ക് പ്രിയച്ചി എന്തിനാ കാര്യം ചോദിച്ചിട്ട് വരിക. എടാ കുഞ്ഞപ്പൂ, പൂട്ടാ. ആ അത് പിന്നെ ചിന്നോ, എടി പൂട്ടത്തെ, ഞാൻ അറിയാതെ വീണതല്ലേ. പ്രിയച്ചി കരഞ്ഞു പറഞ്ഞ എന്തായാലും നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവൂലേ. ആ അത് ശരിയാണ് ചിന്നോ. ആ അതിന് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. പ്രിയച്ചി, പ്രിയച്ചി എന്തിനു കരയണം പ്രിയച്ചി? ചിന്നോ, എന്ത് പ്രിയച്ചി, എന്ത് പറ്റി? അമ്മ തല്ലിയോ? അത് ടീച്ചർ തല്ലിയോ? എന്തിന്റെ പ്രിയച്ചിക്ക് പറ്റിയത്? എന്തിനാ ഇനി ആ പെണ്ണ് കിടന്ന് നിലവിളിക്കണത്? ഓ, ചിലപ്പോൾ ഇനി ഒമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടാവും, അതാവും. ഇന്നിപ്പോ ഈ റോഡിൽ തന്നെ നിൽക്കേണ്ടി വരുമോ? ബസ്സിലൊന്നും കയറേണ്ടി വരില്ലേ? ടൂർ ഇവിടെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമോ? പ്രിയച്ചി, ഞങ്ങൾ ടെൻഷൻ ആകാതെ കാര്യം പറ. പ്രിയച്ചി, പ്രിയച്ചി കാരണം ഞങ്ങൾക്ക് സങ്കടം വരൂട്ടോ. ഇതിന്റെ കാര്യം പറ പ്രിയച്ചി. എന്താണെങ്കിലും ചിന്ന പരിഹാരം ഉണ്ടാക്കാന്ന്. അത് പിന്നെ എന്റെ പുതിയ കർച്ചീഫില്ലേ, അതൊന്നും കാണാനില്ല. ബസ്സിനകത്ത് എല്ലായിടത്തും ഞാൻ തിരിഞ്ഞു നോക്കി. അത് പുതിയൊരു കർച്ചീഫായിരുന്നു. ഞാനാണെങ്കിൽ വേറെ എടുത്തിട്ടില്ല. ഇനി വീട്ടിൽ തിരിച്ചു പോണവരെ കർച്ചീഫില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് പ്രിയച്ചി, കുട്ടികളെ പോലെ ഒരു കർച്ചീഫ് പോയിട്ടാണോ പ്രിയച്ചി ഇങ്ങനെ കരയുന്നത്? അയ്യേ മോശം മോശം. അയ്യേ പ്രിയച്ചി. ഞാനും വിചാരിച്ചു പ്രിയച്ചിയുടെ കരച്ചിൽ കേട്ടപ്പോ അമ്മയ്ക്ക് പ്രിയച്ചിനെ തല്ലിയോന്ന്. എന്നെ കളിക്ക് ചിരിക്കൊന്നും വേണ്ട കേട്ടോ. നിന്റെ ടവൽ തരാൻ കൂടെ വേഗം ബസ് എടുക്കുമ്പോക്കിനും. എന്റെ പ്രിയച്ചി ഒരു ടെൻഷൻ അടിക്കാതെ ഞാൻ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അടുത്തൊന്ന് പ്രിയച്ചിക്ക് തരാം പോരെ? അതൊന്നും പറ്റില്ല, എനിക്ക് എന്റെ ടവൽ തന്നെ വേണം. അപ്പൊ അതാണ് സംഭവം. ഇത് അവളുടെ ടവലാണ്. അതാ പ്രിയച്ചി ആനന്ദോടന്റെ കയ്യില്. ഓ, അപ്പൊ ഇത് നീയായിരുന്നോ കട്ടെടുത്തത്? ഞാനോ? കട്ടെടുത്തതോ? എന്തിന്? എനിക്കെന്തിനാ ഇത്? പിന്നെ എന്തിനാണോ താനത് കൈ പിടിച്ചത്? ഇങ്ങോട്ട് താനോ. നീ ഇത്രക്കാരനായിരുന്നോ? അയ്യേ, ഇന്നാ പിടിച്ചോ. കള്ളൻ. ദേ, മര്യാദക്ക് സംസാരിച്ചോണം. ഒരു മര്യാദക്കാരൻ വന്നിരിക്കുന്നു. എന്തൊരു പെണ്ണാണിത്? കുഞ്ഞാപ്പൂ വേഗം എനിക്ക് പിടിച്ചോ, കിട്ടണില്ല.